ഒപ്പം നമുക്കിപ്പോ മറ്റൊരു പ്രത്യേകത, താങ്കള് പാലക്കാടുകാരനാണ്, താങ്കൾ ഇപ്പൊ ഇരിക്കുന്നത് വടകരയിലാണ്. അതിനുണ്ട് പുറകിലൊരു കഥ അല്ലെ, പ്രണയം അല്ലെ, ജീവിതത്തിലുള്ള ഒരു പ്രണയം. ഭാര്യയാണ് എടുത്തിരിക്കുന്നത്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടതും പിന്നീട് വിവാഹ ജീവിതത്തിലേക്ക് പോയ ആ കാലഘട്ടത്തെ കുറിച്ച്? കല്യാണ പന്തൽ എന്ന സോങ് കണ്ടപ്പോ അതിൽ ഫീഡ്ബാക്കിൽ നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ വാട്സപ്പ് വഴി കോണ്ടാക്ട് ചെയ്തതാണ്. പിന്നെ നേരിട്ട് കണ്ടു, ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാ വന്നത്, എങ്ങനെയാ ഇവിടെ എത്തിയത്? അത് കേൾക്കട്ടെ, പ്രേക്ഷകർക്കും ആഗ്രഹം ഉണ്ടാവും. കാരണം ഒരു പാട്ട് പാടി പാലക്കാടുകാരനാണ്, വടകര എത്തുന്നു, എങ്ങനെ എത്തി? അതെങ്ങനെയാണ് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ആദ്യം ഫോൺ വിളിക്കുമ്പോൾ ഇവിടെ സംസാരത്തിന് മനസ്സിലായ ഒരു കുട്ടിത്തം, അതാ ആ ഒരു കുട്ടിത്തം സംസാരമാണ് എനിക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള തോന്നിയത്. സാധാരണ ഒരു ഫാൻസ് വിളിച്ച പോലെയാണ് ഞാൻ സത്യത്തിൽ കരുതിയത്. എൻ്റോളെ കണ്ട് ചങ്കിലെ കൊണ്ട് അല്ലാണ് എൻ്റെ ഉള്ളം കവർന്നോള്. തൻസിക്കാനെ ഓപ്പണായിട്ട് ഞാൻ പറയുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ തൻസിക്കാനെ കുറേ മുമ്പൊക്കെ നമ്മൾ വിചാരിച്ചത്, പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻസിക്ക അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആളുകൾ പല തെറ്റുകാരെയും പറഞ്ഞ് ഞാൻ ശരിക്കും നമ്മൾ വിശ്വസിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഈ സംസാരത്തിലേക്ക് അട്രാക്റ്റീവ് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അത് സാധാരണ ഒരു ഫാൻസ് വിളിച്ച പോലെയാണ് ഞാൻ സത്യത്തിൽ കരുതിയത്. എനിക്കിഷ്ടം അപ്പം തന്നെ സംസാരത്തിൽ തന്നെ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് സാധാരണ ഇത് വിട്ട് കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞ ശേഷം അവൾ തന്നെ വീണ്ടും വിളിച്ച് നമ്മളടുത്ത് ഇഷ്ടമാണെന്ന് പറയലും, ഞാൻ ഒരു 2-3 മണിക്കൂറിൽ ഞാൻ തിരിച്ച് മറുപടി പറയലും. അതെ, പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഓൾറെഡി ഇഷ്ടം അവളോട് ഉണ്ടായിട്ടുണ്ട്, അവളുടെ സംസാരം തന്നെ ഇഷ്ടമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചു കഴിഞ്ഞാൽ, നേരിൽ ഇവൾ കാണുമെന്ന് പറഞ്ഞപ്പോൾ നേരിൽ കാണാൻ വന്നൊരു കഥ ഒരു വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കഥയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ വടകര റൂം എടുത്തിട്ടാണ് തലേ ദിവസം ഇരുന്നുണ്ടായിരുന്നത്.